ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ കള്ളുകുടിയന്റെ ഭാര്യ, ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ശ്രദ്ധിക്കണം എന്റെ ഓരോ സഹോദരങ്ങളും, ശ്രദ്ധ തെറ്റരുത്. കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് വളരെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കേൾക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കാര്യം ചെയ്യുന്നുണ്ട്, അതിന്റെ മഹത്വം നമ്മൾക്കറിയുന്നില്ല, അതിലർത്ഥമില്ലല്ലോ. നമ്മൾ ഇഖ്ലാസോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാനായ അബൂ ഹനീഫ ഇമാം ഈ കള്ളുകുടിയനെ ഉപദേശിക്കുന്നത് നിർത്തി പിന്നെ കാണാതായി. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ആ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ വീട്ടിലേക്ക് ആ കള്ളുകുടിയന്റെ ഭാര്യ കടന്നു വരുന്നത്. വാതിൽ മുട്ടി തുറന്നു നോക്കുമ്പോൾ കുടിയന്റെ ഭാര്യയാണ്. അബൂ ഹനീഫ ഇമാമേ, എന്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്, എന്റെ ഭർത്താവ് ലോകത്തോട് പറഞ്ഞു പോയിരിക്കുകയാണ്, അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിങ്ങളൊന്ന് വരണേ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂ ഹനീഫ ഇമാം അത് കേൾക്കാതെ നിഷേധിച്ചു കളഞ്ഞു. ഞാൻ വരൂല, ആ കള്ളുകുടിയന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ ഞാൻ വരൂല എന്ന് പറഞ്ഞ് ആ സഹോദരിയെ മടക്കി അയക്കുകയാണ്. നിസ്കരിക്കാൻ പോയില്ല. കള്ളുകുടിയൻ അവിടെ മരിച്ചോ, മയ്യിത്ത് നിസ്കരിച്ചോ, കബറമറമാടി. രാത്രിയായപ്പോ രാത്രിയായപ്പോ മഹാനായ അബൂ ഹനീഫ ഇമാം ഉറങ്ങാൻ പോയി. ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണാനിടയായത്. എന്താണ് ഇത്രേ സ്വപ്നം? ഈ കുടിയനായ അയൽവാസി സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ ഉലാത്തി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കള്ളും കുടിച്ച് നടന്നിട്ട് സ്വർഗത്തിലാണ്. കള്ളുകുടിയനാണ്, നിസ്കരിക്കാൻ പോയിട്ടില്ല. മഹാനായ അബൂ ഹനീഫ ഇമാം ഈ ചെറുപ്പക്കാരൻ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ, സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെ ഇങ്ങനെ ഉലാത്തി നടക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ അബൂ ഹനീഫയോട് പറഞ്ഞേക്കണേ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇന്നൽ ജന്നത ലം തജ്അൽ ബിയദിഹി, ഈ സ്വർഗം എന്ന് പറയുന്നത് അബൂ ഹനീഫയുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ചതല്ല എന്ന് നിങ്ങൾ അബൂ ഹനീഫയോട് പറയണേ എന്ന് സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൂന്തോപ്പിലൂടെ നടക്കുകയാണ്. അബൂ ഹനീഫ ഇമാം ഞെട്ടിപ്പോയി. പിറ്റേ ദിവസം പകലിൽ സുപ്രഭാതത്തിൽ നേരെ ചെന്നത് അയൽവാസിയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ? ഭർത്താവ് മരിച്ചുപോയില്ലേ, പിന്നെ അയാളുടെ അവസ്ഥ ചോദിച്ചിട്ടെന്താ? അല്ലെങ്കിൽ പറയണം എന്താണ് അവസ്ഥ. നിങ്ങൾ അറിയുന്നത് പോലെ കള്ളുകുടിയനാണ്, പ്രത്യേകിച്ചിട്ടുണ്ട്. അല്ല, എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ ചെയ്തിരുന്നോ? അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, പ്രത്യേകിച്ചിട്ട് നന്മയൊന്നുമില്ല. എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വെള്ളിയാഴ്ച പകലിലും അദ്ദേഹം യതീം മക്കളുടെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് ജീവിച്ചിരിക്കുന്ന യതീം മക്കൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു, അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ യതീം മക്കളുടെ സമീപത്തേക്ക് പോയിട്ട് അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു. അതുമാത്രമല്ല, യതീമക്കളുടെ തലയുടെ മുടിയുടെ ഇടയിലൂടെ വിരലുകൾ ചേർത്ത് തല ഇങ്ങനെ തടവി കൊടുക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം കരയുമായിരുന്നു. ഈ മക്കളുടെ അടുത്തേക്ക് വിളിച്ചിട്ട്, ഈ യതീമക്കളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കള്ളുകുടിയനായ വ്യക്തി പറയുമായിരുന്നു, മക്കളെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മക്കളെ എന്ന് ആഴ്ചയിൽ ഒരു തവണ, ഒരു വെള്ളിയാഴ്ച മാത്രം യതീമക്കളുടെ സമീപത്തേക്ക് പോയി അവർക്ക് ഭക്ഷണം നൽകി അവരെ ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. ഈ ഒരു അമല് കാരണത്താലായിരിക്കും എന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ആ ഭാര്യ പറയുമ്പോ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 18,000 രൂപ ഒരു വർഷത്തിലെ കുട്ടികളെ ഏറ്റെടുത്ത ആളുകൾ ഈ സദസ്സിലുണ്ട്. ഒരാളുകൾ ഏറ്റെടുത്തില്ലേ നമ്മുടെ കുട്ടികളുടെ? 18,000 രൂപ ഒരു വർഷത്തെ ചില ഒരു കുട്ടിയുടെ. ഒന്നുമില്ല,
കള്ളും കുടിച്ച് മത്തിൽ ലഹരിയിൽ ജീവിച്ച ഒരാൾ സ്വർഗത്തിലെത്തിയത് തീമക്കൾക്ക് ഭക്ഷണം നൽകി അവരോട് ദുആ ചെയ്യിപ്പിച്ചു എന്നതാണ്. മഹാനായ അബൂ ഹനീഫ ഇമാം ഉദ്ധരിച്ചൊരു സംഭവമാണിത്. 18,000 രൂപ ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിവസേന 100 കണക്കിന് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അല്ലാഹു നൽകുന്ന പ്രതിഫലം അതാണ്. പരിശുദ്ധ ഹബീബ് പറഞ്ഞതുപോലെ സ്വതക്ക നൽകുന്ന ആളുകൾ ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരിക്കാമെന്ന് പറഞ്ഞതുപോലെ. ഗോൾഡിന്റെ ആളുകളെ അരമന ഗോൾഡിലെ പ്രവർത്തകത്തിന്റെ ഓണേഴ്സ് ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിൽ 1500 എന്ന രീതിയിൽ ഒരു വർഷത്തിൽ 18,000 ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സദഖ നൽകുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അല്ലാഹുവേ 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 ഈ 2 പേർക്കും അതുപോലെ ഇന്നലകളിൽ സംഭാവന ചെയ്ത എല്ലാ ആളുകൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് അവരുടെ ബറക്കത്ത് കൊണ്ട് ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. 17 വർഷമായി മക്കളില്ലാത്തൊരു സഹോദരൻ അല്ലാഹുവേ 18,000 രൂപ ഒരു കുട്ടിയുടെ ചെലവ് ഇവിടെ എടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ ആ സഹോദരന് മക്കള് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മക്കള് നൽകണേ അല്ലാഹ്. നിനക്ക് മക്കളെ നൽകാൻ പ്രയാസമില്ലല്ലോ റബ്ബേ. നീയാണ് മക്കളെ നൽകുന്നത്, ഡോക്ടർമാരല്ല. നീയാണ് മക്കളെ നൽകുന്നത്, മരുന്നുകളല്ല. അല്ലാഹുവേ അല്ലാഹുവേ ഈ സഹോദരൻ നീ എത്രയും പെട്ടെന്ന് കൺകുളിർക്ക സന്തോഷിക്കാൻ സന്തോഷവാർത്ത നീ നൽകണേ അല്ലാഹ്. ഒരു മകനല്ല, സാലിഹീങ്ങളായ ഒരുപാട് മക്കളെ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആയിനെ നീ തള്ളിക്കളയല്ല റബ്ബേ. ഞങ്ങളുടെ ദുആയിനെ നീ തട്ടിക്കളയല്ല അല്ലാഹ്. ഏറ്റെടുത്ത എല്ലാ ആളുകൾക്കും ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണം വരെ ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇനി ഉണ്ടാരെങ്കിലും വേഗം കൈപൊക്കി നമുക്ക് വേഗം വേദ പറയാം. സമയം ഞാൻ ചെലവഴിക്കുന്നില്ല. അപ്പോ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കെ. പെണ്ണുങ്ങളോ ആണുങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ട് കൊടുത്താൽ മതി. ഉണ്ട്, ഒരാളുണ്ട് അല്ലെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും നല്ല ജോലി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ്. നമ്മുടെ പഠന വിഷയങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് ഖുർആൻ പഠിക്കലാണ്. ആ സ്ഥാപനങ്ങളിൽ 400 വിദ്യാർത്ഥികൾ ദൈനംദിനം ഓതിക്കൊണ്ടിരിക്കുന്ന ഓരോ ജുസ്, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓരോ വിദ്യാർത്ഥികളും 20 മിനിറ്റ് ഖുർആൻ ഓതുന്നുണ്ട്. 7:45 പിരീഡ് തുടങ്ങിയാൽ 4:10 വരെ ദീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ആരാണ് ആലിമീങ്ങൾ എന്ന് പറയുന്നത്? ആരാണ് മുതഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്? സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആകാശങ്ങളിലുള്ളവരെ മുഴുവനും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു പ്രാർത്ഥിക്കുന്നുണ്ട്, മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു ബഹുമാനിച്ച, അല്ലാഹു ആദരിച്ച വിഭാഗമാണ് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും. അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി ആവേശത്തോടെ ഏറ്റെടുത്ത ഈ ആളുകൾ അല്ലാഹുവേ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ ദുനിയാവും ആഖിറവും വിജയത്തിലാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ഈ സദസ്സിനെ നീ വിജയത്തിലാക്കണേ അല്ലാഹ്. അതിലേക്ക് അൽഹംദുലില്ലാഹ്. സഹോദരൻ കൂടി അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഓരോ വിദ്യാർത്ഥി പഠിക്കുമ്പോഴും ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നാളെ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ ഒരു ഓഹരി നീ നൽകണേ അല്ലാഹ്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി മിൻ ബഅദി മൗതിഹി ഇൽമൻ അല്ലമഹു വനശറ. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് നിരന്തരമായി കടന്നു വരുന്ന നന്മകളുണ്ട്. നമ്മൾ മരിക്കലോടുകൂടി നമ്മുടെ നന്മകൾ അസ്തമിക്കുന്നില്ല ചെറുപ്പക്കാരാ. ആരെന്ത് പറഞ്ഞാലും, ആര് വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ ഇല്ലാത്ത നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാലും ഒരു മനുഷ്യനെ ഉറപ്പിക്കാൻ പറ്റുന്നത് അവൻ അധ്വാനിച്ചത് മാത്രമാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി 18,000 ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അത് നാളെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പ് തന്നെയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ.